നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പൽ പൊതുശ്മശാനം കോടതി വിധിയായി. ഉദ്ഘാടനം 24-ന്. കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ക്ഷീരവികസന ഡെപ്യൂട്ടി ഓഫീസിലേക്ക് മാർച്ചും ധരണിയും നടത്തി. NCP ഇടുക്കി ജില്ലാ കൺവെൻഷൻ 24-25 തീയതികളിൽ തൊടുപുഴയിൽ നടക്കും. വാർത്തകൾ വിശദമായി. തൊടുപുഴ മേഖലയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ പൊതുശ്മശാനം സ്ഥാപിക്കാൻ ജില്ലാ കോടതി അനുമതി നൽകി. വാസഗ്രഹങ്ങളിൽ നിന്നും 25 മീറ്റർ പുറത്ത് ശ്മശാനം സ്ഥാപിക്കുവാനാണ് ജില്ലാ കോടതി ജഡ്ജി അബ്രഹാം മാത്യുവിന്റെ ഉത്തരവ്. തടസ്സങ്ങൾ നീങ്ങിയതോടെ 24-ന് വൈകിട്ട് 5:30-ന് ശ്മശാനം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അറിയിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. PT തോമസ് MP അതിഥിയായിരിക്കും. ദൂരപരിധി നിയമം ഭേദഗതി ചെയ്തതോടെ ശ്മശാനത്തിന്റെ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന ഡെപ്യൂട്ടി ഓഫീസിലേക്ക് മാർച്ചും ധരണിയും നടത്തി. ഇടുക്കി നെടുങ്കണ്ടം ഓഫീസിലേക്ക് ക്ഷീരവികസന ഓഫീസർമാരെ നിയമിക്കുക, കാലിത്തീറ്റ സബ്സിഡി വർദ്ധിപ്പിക്കുക, ഇടുക്കി പാക്കേജിലെ ക്ഷീരമേഖലാ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോൺ നെടിയപാല ഉദ്ഘാടനം ചെയ്തു. സംഘടനാ നേതാക്കളായ KR സുകുമാരൻ നായർ, KGR മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ ലളിതമായ പരിമിതമായ ആവശ്യങ്ങളാണ് ഈ സമരസമിതി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ എല്ലാ സമരങ്ങൾക്കും മുഖം കൊടുക്കുന്ന ഈ പട്ടണത്തിൽ വ്യത്യസ്തമായ ഒരു സമരമാണ്. അവകാശങ്ങൾക്കപ്പുറമായി തങ്ങളുടെ മേഖലകളിൽ വരുന്ന ഓഫീസുകളിൽ ഉദ്യോഗസ്ഥരില്ല എന്ന മുഖ്യമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് സമരസമിതി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കേരളത്തിലെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന 8-10 സംഘങ്ങളിൽ പെട്ട ഒരു പ്രദേശത്ത് അതിൻ്റെ കീഴിൽ വരുന്ന ക്ഷീര കർഷകർ തങ്ങൾക്ക് പ്രത്യേക ആവശ്യങ്ങൾക്കും അല്ല എങ്കിൽ കൂടി 5 ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം അപരിഹാര്യമായ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയുണ്ടാകണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ സ്വാഭാവികമായി ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ഈ ജില്ലയിൽ ക്ഷീരവികസനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഹൈറേഞ്ച് പ്രദേശം ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം അവഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നു. കൃഷിക്കാർ അവഗണിക്കപ്പെടുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നത് ഖേദകരമാണ്. തൊടുപുഴ ജനമൈത്രി പോലീസ് ആഭിമുഖ്യത്തിൽ പോലീസ് സേനാംഗങ്ങൾക്കും വേണ്ടി ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ ജനമൈത്രി ഹാളിൽ DYSP ആന്റണി തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ രോഗത്തെപ്പറ്റി, ഓരോ വരുന്ന രോഗത്തെ പറ്റിയുള്ള അജ്ഞതയാണ് ഇതിന്റെ മെയിൻ കാരണം. പണ്ട് പുകവലിക്കുന്നവർക്കും മുറുക്കുന്നവർക്കുമായിരുന്നു ക്യാൻസർ ഉണ്ടാകുന്നത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ പുകവലിക്കുകയോ മുറുക്കുകയോ കുടിക്കുകയോ പോലും ഇല്ലാത്ത ആൾക്കാർക്കും ധാരാളമായിട്ട് ക്യാൻസർ വരുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വിദഗ്ധരായ ഡോക്ടർമാർക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ യൂനിസിനോട് സ്വകാര്യത്തിലൂടെ സംസാരിച്ചപ്പം മനുഷ്യ ശരീരത്തില് ഞാൻ കേട്ടിരിക്കുന്നതും എന്റെ അറിവിലും വായിച്ചതുള്ള അറിവിലും വന്നിരിക്കുന്നത് ഹാർട്ടിന് മാത്രം ക്യാൻസർ ഉണ്ടാവില്ലെന്നാണ്. അന്നേരം ഇപ്പൊ യൂനിസിനോട് ഞാൻ ചോദിച്ചു, ഞാനിനി പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ ഹാർട്ടിന് ക്യാൻസർ ഉണ്ടായ ഒരു കേസും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്നേരം നമ്മൾ വളരെ അജ്ഞരാണ്, നമ്മുടെ രോഗത്തെ പറ്റി വളരെയേറെ അജ്ഞരാണ്.
അത് ഞാൻ മിക്കവാറും ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2:30 മുതൽ 3 വരെയാണ് മൈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന നേരമാണ്. ഈ സമയത്ത് ഇത് മിക്കവാറും ഞാൻ കാണും. എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും പല ഹോസ്പിറ്റലിന് ഞാനിങ്ങനെ അഡ്വൈസ് ചെയ്യാറുണ്ട്, ഇന്ന ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക, അല്ലെ ഇന്ന ഡോക്ടറെ അടുത്ത് പോകുക. ക്യാൻസറും അനുബന്ധ രോഗങ്ങളും എന്ന വിഷയത്തിൽ യൂനസ് യൂസഫ് സെമിനാർ നയിച്ചു. ജനമൈത്രി CRO സാജൻ, ഉപദേശക സമിതി അംഗം സണ്ണി തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. NCP ഇടുക്കി ജില്ലാ കൺവെൻഷൻ 24, 25 തീയതികളിൽ തൊടുപുഴയിൽ നടക്കും. 24 വൈകിട്ട് 4 ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ K രാജഗോപാൽ പതാക ഉയർത്തും. 25 2 മണിക്ക് പാപ്പുട്ടി ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ അനിൽ കൂവപ്ലാക്കൽ, മറ്റ് നേതാക്കളായ മാണി കുരുവിള, AP തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 5 നിയോജക മണ്ഡലങ്ങളിലും പ്രതിനിധി സമ്മേളനം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ജില്ലാ സമ്മേളനം തുടക്കം കുറിച്ചുകൊണ്ട് നാളെ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് പാർട്ടിയുടെ പ്രിയങ്കര ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ K രാജഗോപാൽ പതാക ഉയർത്തുന്ന തുടക്കം കുറിക്കുന്നതാണ്. തുടർന്ന് 25 നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയനും തുടർന്ന് മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ TP പീതാംബരൻ മാസ്റ്റർ സംസാരിക്കുന്നതാണ്. പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ തോമസ് ചാണ്ടി MLA, ദേശീയ പ്രവർത്തക സമിതി അംഗം ശ്രീ AK ശശീന്ദ്രൻ MLA, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയൻ, പാർട്ടിയുടെ സംസ്ഥാന ഖജാൻജി ശ്രീ മാനസി കാപ്പൻ, ജനറൽ സെക്രട്ടറി സുൽഫിക്കർ മയൂരി തുടങ്ങി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഈ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നവംബർ 14, 15, 16 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും 1000 പ്രതിനിധികളെ പങ്കെടുപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പ്രതിഷേധ ദിനം ആചരിച്ചു. ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കുക, ക്ലിയറിംഗ് ഹൌസ് സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. സമരത്തിന്റെ ഭാഗമായി തൊടുപുഴയിലും ജീവനക്കാർ പ്രതിഷേധ ദിനം ആചരിച്ചു. മേഖല തൊഴിലാളികളുടെ വളരും പടരും പ്രസ്ഥാനം, വളരും പടരും പ്രസ്ഥാനം, ഐക്യസമര പ്രസ്ഥാനം, ഐക്യസമര പ്രസ്ഥാനം. പ്രതിഷേധ സമരം UFBU ജില്ലാ കൺവീനർ PK ജോൺ ഉദ്ഘാടനം ചെയ്തു. സുനിൽ ബാബു, ബാലൻ നായർ, രാമചന്ദ്രൻ, PK ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് ബാങ്ക് ജീവനക്കാര് നല്ലൊരു രീതിയിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആനുകൂല്യം പറ്റിക്കൊണ്ട് കഴിഞ്ഞ കാലമാണ്. എങ്കിൽ ഇപ്പോൾ അത് 16ാം സ്ഥാനത്തേക്കാണ് തള്ളിയിരിക്കുന്നത്. ഓരോ സെറ്റിൽമെന്റ് കഴിയുമ്പോഴും ഓരോരോ നാളുകളും ന്യായങ്ങൾ പറഞ്ഞ് നമുക്കൊരു ആവാസങ്ങൾ തരുമ്പോൾ അതിനെ പിന്നിൽ തള്ളിക്കൊണ്ട് ഈ 16ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു സാലറി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ജോലിഭാരം. നമുക്കറിയാം, ഏത് ബാങ്കിലും നമുക്ക് അമിതമായ ജോലി തീർക്കാൻ പറ്റാത്ത അവസരത്തിലുള്ള ജോലികളാണ് എല്ലാ ബാങ്കുകളിലും നടക്കുന്നത്. ജോലി ചെയ്യുകയും അതിന് ശമ്പളം തരാതെ, കൂലി തരാതെ പണിയെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. നമുക്കതിനെ ചെറുപ്പേൽപ്പിക്കണം. ഈ സമരം എന്തുകൊണ്ടും വിജയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സമരങ്ങൾ വരുമ്പോൾ ഗവൺമെന്റ് പുതിയൊരു പരിപാടി കണ്ടുപിടിച്ചാണ് IBI കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ നടക്കുന്ന ഡെമോൺസ്ട്രേഷൻ പ്രകടന പരിപാടികൾ വിജിലൻസ് ഓരോ ജില്ലയിലും വിജിലൻസിനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ മാസങ്ങളായി പുതിയ പരിപാടിയാണ്. മേത്തൊട്ടി സെന്റ് പോൾസ് ദേവാലയത്തിന്റെ രജത ജൂബിലി സമാപനവും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും സംയുക്തമായി ആഘോഷിച്ചു.
ഇതോടൊപ്പം പുതിയ വൈദിക മന്ദിരത്തിന്റെ ആശീർവാദവും നടന്നു. കോതമംഗലം രൂപതാ മെത്രാൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ആശീർവാദം നിർവഹിച്ചു. ചടങ്ങിൽ മുൻ വികാരിമാരെ ആദരിച്ചു. എല്ലാവരും നടന്ന് വളരെ വിഷമിച്ച് ഇവിടെ വന്ന സ്ഥലമാണ്. വഴിയില്ലായിരുന്നു, പാലമില്ലായിരുന്നു. ഓരോന്നോരോന്നെ ദൈവം നമുക്ക് നൽകി. അതിന്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതിന് കാരണക്കാരൻ ബഹുമാനപ്പെട്ട വിശ്വാസം തന്നെയാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കയ്യിലുണ്ട് അച്ഛന്. അച്ഛന് ഏത് സ്ഥലത്തും എത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്തും പോകുന്നതിന് യാതൊരു മടിയില്ല. ഇന്ന് നമ്മൾ ലേഖനത്തിൽ വായിച്ചു കേട്ടു പൗലോസ്ലീഹ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ക്ലേശങ്ങൾ സഹിച്ച് എന്നാലും ഈശോയെ പ്രതി എല്ലാം സഹിക്കുവാൻ തയ്യാറാണ്. നമ്മള് മുണ്ടകിലച്ഛനെ ഈശോച്ചനെ വിളിക്കുന്നത് അല്ലേ? മുണ്ടകില വേറല്ലേ? എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അച്ഛൻ എപ്പോഴും പറയും ഈശോ എല്ലാം ചെയ്തോളൂ, ഈശോ നമ്മളെ സഹായിച്ചോളൂ, ഈശോ നമ്മളെ അനുഗ്രഹിച്ചോളൂ, ഈശോ എവിടെയൊന്നും പേടിക്കണ്ട. ആ ഒരു ബോധ്യം നമ്മൾക്ക് നൽകിയത് അച്ഛനാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്തിന് അനുഗ്രഹമായ തീരത്തക്ക വിധത്തില് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ സാധിച്ചത് ഇങ്ങനെയുള്ള ചില അച്ഛന്മാർ നമുക്ക് ബോധ്യങ്ങൾ വന്നുകൊണ്ടാണ്, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ നന്ദിയോടെ ഓർക്കാനുള്ള അവസരമാണ് ഈ ജൂബിലിയുടെ അവസരം. 20ാമത് സംസ്ഥാന സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് 24-ന് മുട്ടം ശാന്താൾ ജ്യോതി പബ്ലിക് സ്കൂളിൽ കൊടിയുയരും. വൈകിട്ട് 4-ന് പതാക ഉയരുന്നതോടെ ആരംഭിക്കുന്ന മത്സരങ്ങൾ രാത്രി 11 വരെ തുടരും. മത്സരങ്ങൾ 25-ന് രാവിലെ 8:30-ന് പുനരാരംഭിക്കും. തൊടുപുഴ മുനിസിപ്പൽ തല കേരളോത്സവം 24 മുതൽ 27 വരെ നടക്കും. 24-ന് രാവിലെ 9:30-ന് മുതലക്കോടൻ ഗ്രൗണ്ടിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കുമാരമംഗലം വള്ളിയനക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി PN നാരായണ നമ്പൂതിരിക്ക് 27-ന് രാവിലെ 9:30-ന് സ്വീകരണം നൽകും. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ പ്രവൃത്തി പരിചയമേള 24-ന് കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂളിൽ നടക്കും. ഒളമറ്റം നാഗശ്ശേരിയിൽ പരേതനായ കുഞ്ഞേട്ടന്റെ ഭാര്യ മേരി നിര്യാതയായി 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് തെനങ്കുന്തുപള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുനിസിപ്പൽ പൊതുശ്മശാനം കോടതി വിധിയായി. ഉദ്ഘാടനം 24-ന്. കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ക്ഷീരവികസന ഡെപ്യൂട്ടി ഓഫീസിലേക്ക് മാർച്ചും ധരണിയും നടത്തി. NCP ഇടുക്കി ജില്ലാ കൺവെൻഷൻ 24, 25 തീയതികളിൽ തൊടുപുഴയിൽ നടക്കും. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.